പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീഴ്ശ്ശേരിക്കാരനായ അനസിൻ്റെ തട്ടിപ്പ് അനർഘനിർഗളം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേരുടെ പൈസ, അവരുടെ കഠിനാധ്വാനത്തിൻ്റെ പൈസ കണ്ട ഫേക്ക് കമ്പനികളെല്ലാം കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷവും ഇദ്ദേഹം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് തട്ടിപ്പും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആക്രിക്കടയുടെ പഞ്ചായത്ത് ലൈസൻസുമായിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് വെളുപ്പിച്ച് തരും, നിങ്ങൾ കുറച്ച് പൈസ കൊടുത്താൽ മതി. അത്ര കണ്ട് തരം താഴ്ന്ന മാനസികാവസ്ഥയിലുള്ള ഒരാളാണ് ഇദ്ദേഹം പുതുതായിട്ട് 2-3 കമ്പനികളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമ്പനി, ഒരു തട്ടിപ്പ് കമ്പനി കോയിനോക്ക് ബിസിനസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ഗോൾഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇരട്ടി ലാഭം നൽകാം, അതുപോലെ 3% ഇൻട്രസ്റ്റ് നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ ആ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം ഇവർ ഈ അനസിൻ്റെ ചാനലിൽ വന്ന് അവകാശപ്പെട്ടത് ഇതൊരു 4 വർഷം പ്രായമായ കമ്പനിയാണ്. ഇത് മുൻപ് ഫോറക്സ് ട്രേഡും ക്രിപ്റ്റോ ട്രേഡും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് ഇവരുടെ ഓപ്പറേഷൻ UAE മാറ്റിയിട്ടുണ്ട്. അങ്ങനെ UAE ബേസിലുള്ള ഈ കമ്പനി ഇങ്ങനെയുള്ള ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ഫോറക്സ് ട്രേഡും ക്രിപ്റ്റോ ട്രേഡൊക്കെ നടത്തിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ലാഭം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മാസത്തിൽ 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു പൂളിൽ നിന്ന് 100 പേരുള്ള ഒരു പൂളിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇരട്ടി പൈസ കൊടുക്കുന്നുണ്ട്. 10,000 രൂപ ഇട്ടവർക്ക് 25,000 രൂപക്ക് സ്വർണ്ണം മേടിക്കാം, 1 ലക്ഷം ഇട്ടവർക്ക് 2,50,000 സ്വർണ്ണം മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇതിൽ കിട്ടാത്തവർക്ക്, വിന്നാവാത്തവർക്ക് 3% ഇയറിൽ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. 10,000-ൻ്റെയും 1 ലക്ഷത്തിൻ്റെയും പൂളുണ്ട്. 10,000 എത്ര വേണമെങ്കിലും ചേരാം. 10,000-ൻ്റെ പൂള് 2,50,000 വരെ ചേരാം, 25 സ്ലോട്ട് ചേരാം. 1 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 25 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ പൈസ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട് എന്നാണ്, അതുപോലെ ഈ ഗോൾഡ് വൗച്ചറെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു അന്വേഷണം നടത്തുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി, ഇങ്ങനെ ഒരു കോയിനോക്ക് ട്രേഡിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ആക്ച്വലി കൊച്ചി ROCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളം ROCയിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇതാണ്. അതായത് ഈ ഒരു ചാനൽ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇവർ 4 വർഷം പ്രായമായി എന്ന് പറയുന്നത് കള്ളമാണ്. ഈ ROCയിൽ രജിസ്റ്റർ ചെയ്ത ഈ ഒരു മാസം വെച്ച് നോക്കുമ്പോൾ 2 വർഷവും ചില്ലറ മാസവും മാത്രമേ പ്രായമുള്ളൂ. അതായത് ഇവർ 2 വർഷം കൂട്ടി പറഞ്ഞതാണ് അനസിൻ്റെ ചാനൽ വന്നിട്ട്. പിന്നെ കള്ളം പറയാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഞാൻ ഈ വന്നിരുന്നിട്ട് ഈ പറയുന്ന പ്രശോധൊന്നും അതുപോലെ തന്നെ വയനാടുകാരനായ മറ്റൊരു പയ്യനും, ഈ 2 പേരുടെയും ക്രെഡിബിലിറ്റി, ഫൈജാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, ഈ 2 പേരുടെയും ക്രെഡിബിലിറ്റി ആദ്യം നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയതാണ്. ഇത് വെറും 2 വർഷവും ചില്ലറ മാസവും പ്രായം മാത്രമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇവർ 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി എറണാകുളത്ത് ഒരു ഓഫീസ് ഇട്ടിരിക്കുന്നുണ്ട്. ഇവർ ROCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വന്ന പ്രശോധോ അല്ലെങ്കിൽ ഫൈജാസോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ROCയുടെ രേഖകൾ പ്രകാരം ഷബാബ്, സലീം എന്ന് പറഞ്ഞവരാണ് ഇതിൻ്റെ ഓണേഴ്സായിട്ടുള്ളത്. അനസ് എന്ന് പറയുന്നത്, അനസ്, ഷബാബ്, സലീം, ഇങ്ങനെ 3 പേരാണ്. 2 പേര് ഡയറക്ടർമാരും അതുപോലെ തന്നെ ബാക്കി ഒരാൾ മെമ്പറുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഇവർ തുറന്നിട്ട് ഇവിടെ ഫോറക്സ് ട്രേഡും ക്രിപ്റ്റോ ട്രേഡും ഒക്കെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട്. അതുവഴി ഇവർ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വീകരിച്ചിട്ട് പ്രോഫിറ്റ് എല്ലാം വിതരണം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ ROCയിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് വലിയ ചിരി വന്നൊരു കാര്യം, ഇവർ ലക്ഷങ്ങളൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ കമ്പനിയുടെ ക്യാപിറ്റൽ വെറും 10,000 രൂപയാണ്. ഈ 10,000 രൂപ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ 3,000 രൂപ സംതിങ് എടുത്തിട്ടുണ്ടായി. അങ്ങനെയുള്ള ഒരു കമ്പനിയാണിത്. അതായത് 10,000 രൂപയാണ് ഇവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരാൾ 3,500 രൂപേൻ്റെ അടുത്ത് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, 1000 സംതിങ് രൂപയുടെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇവർ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരാണ് ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് ലക്ഷങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കുന്നത്. മറ്റൊന്ന്, ഇവർക്ക് എന്തിൻ്റെ അനുമതിയാണ് ROC കൊടുത്തിരിക്കുന്നത് എന്നറിയണം. അപ്പോൾ അത് നമ്മളൊന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് റീറ്റെയിൽ ആൻഡ് കമ്മീഷൻ ട്രേഡൊക്കെയാണ്, എക്സെപ്റ്റ് മോട്ടോഴ്സ് ആണ് ഇവർക്ക് ROC അനുമതി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർക്ക് നെല്ല് കച്ചവടം ചെയ്യാം, മാങ്ങ കച്ചവടം ചെയ്യാം, അരി കച്ചവടം ചെയ്യാം, തക്കാളി കച്ചവടം ചെയ്യാം, മോട്ടോറുകൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ ROC ആക്ടിവിറ്റീസിൻ്റെ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ടിവിറ്റി കോഡുകളിൽ ഈ ഒരു കാറ്റഗറിയിൽ മോട്ടോർ കച്ചവടം ചെയ്യാൻ പാടില്ല. അത് വേറെ ആളുകളാണ് കച്ചവടം ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് ബിസ്ക്കറ്റ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കച്ചവടം ചെയ്യാനുള്ള ലൈസൻസാണ് ഇവർക്ക് ROC കൊടുത്തിട്ടുള്ളത്. ഇതിന് മറവിലാണ് ഇവർ ഇങ്ങനെ ഒരു പേരിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ക്രിപ്റ്റോ ട്രേഡിങ്ങും ഫോറക്സ് ട്രേഡിങ്ങും ഒക്കെ പഠിപ്പിച്ച് തരാം, അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. ഇവർക്ക് ഇന്ത്യയിൽ ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുവിധ അനുമതിയില്ല. ഇങ്ങനെ ഈ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് LTD എന്നൊക്കെ പറഞ്ഞാൽ, LC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഗവൺമെൻറ് എല്ലാ പേപ്പറും കൂടെ എഴുതി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കും. വെറും ഒരു 25,000-30,000 രൂപേൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇത് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. 10,000 രൂപ ക്യാപിറ്റലും ബാക്കി പേപ്പർ വർക്കിൻ്റെ ചിലവ് കൂടി. അങ്ങനെ ഒരു കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഒരു പേര് ഉപയോഗിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് പോലെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ മറവിൽ ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത് ഞാൻ മുൻപെല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ടിൻ്റെ ലംഘനമാണ്, ബെഡ്സ് ആക്ടിൻ്റെ ലംഘനമാണ്.
മറ്റൊന്ന് ഇവർ ഈ ഫോറക്സിലും എപ്പോഴും പറയാനുള്ളത് പോലെ ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് ലാഭം തിരിച്ചു തരാമെന്ന് ആർക്കും ഒരു ഉറപ്പും കൊടുക്കാൻ പറ്റില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടത്തിന് കൂടെ സാധ്യത ഉള്ളതാണ്. എത്രയോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇന്ത്യയിൽ സമർത്ഥരായി റിസർച്ച് ചെയ്യുന്ന ആളുകൾ, അനാലിസിസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അവരുടെ ടീം തന്നെയുള്ള എത്രയോ മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ 2 മാസമായിട്ട് നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ക്യാപിറ്റലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് മാർക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. മാർക്കറ്റിൽ ക്രാഷ് വന്നു കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും എത്ര വലിയവനായി കഴിഞ്ഞാലും പൈസ താഴോട്ട് പോകും. അപ്പോൾ ഈ സെബിയുടെ റെഗുലേറ്റിംഗ് ഉള്ള ജെനുവിൻ സ്ഥാപനങ്ങൾ അത് അവരുടെ റിട്ടേൺസിൽ കാണിക്കും, നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ 100% തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികത ഉണ്ട്. അതൊരു 99% ഇവർ ഈ പൈസ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ബേസിക് കാര്യമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു അനുമതിയും ഇന്ത്യയിൽ ലഭ്യമല്ല. ROCയിലും നിങ്ങൾക്ക് അതിനൊരു രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ മാങ്ങ കച്ചവടത്തിന്, തേങ്ങ കച്ചവടത്തിനൊക്കെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ പേര് വെച്ചിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ഇവരൊക്കെ പൈസ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ 2 മാസം മുൻപ് ലോഞ്ച് ചെയ്തൊരു സംഭവമാണ് ഈ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ പ്രശോദ് എന്നും ഫൈജാസ് എന്നും പേരുള്ള 2 പേരാണ് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അനസിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രശോദിനോട് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യയിൽ പൈസ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കമ്പനി ദുബായ് ബേസ്ഡ് കമ്പനിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ബ്രോ, നമ്മൾ ഓൾറെഡി കോയിനോക്ക് ഫിനാൻസിങ് LLC എന്നുള്ള രീതിയിൽ ദുബായ് ലൈസൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ദുബായ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വേൾഡ് മൊത്തം പ്രൊമോട്ട് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും കസ്റ്റമർ പ്ലാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രൊമോഷൻ പ്ലാനോ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഇതാണ് പ്രശോദ് ഭായ് പറയുന്നത്. അതായത് ദുബൈയിലുള്ള കോയിനോക്ക് ഫിനാൻസിങ് LLC എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൻ്റെ ലൈസൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ത്യയിൽ പൈസ പിരിച്ചെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ തെറ്റാണ്, ഒന്നാമത്തെ കാര്യം. കാരണം അങ്ങനെ ഇന്ത്യയിൽ പൈസ പിരിച്ചെടുക്കണമെങ്കിൽ ഇന്ത്യയിലെ റെഗുലേറ്റിംഗ് അതോറിറ്റികളുടെ അനുമതിയുള്ള സ്ഥാപനങ്ങൾക്കും മാത്രമേ ഇന്ത്യയിൽ പൈസ ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ദുബൈയിലൊരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്നാലും അതും നോക്കിക്കളയാമെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ സ്ഥാപനം കാണാനില്ല. ഇദ്ദേഹം മനസ്സിൻ്റെ ചാനൽ വന്ന് തള്ളുന്നത് കണ്ടത് ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ 80% ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അനുമതിയുണ്ട് എന്നാണ്. അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൽ തന്നെ മനസ്സിലായില്ല. നമ്മുടെ നാടിനേക്കാളേറെ സ്ട്രിക്റ്റ് നിയമങ്ങളാണ് അവിടെ ഉള്ളത്. UAE ഈ സാമ്പത്തികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കൺട്രോളിലാണ്. നമ്മുടെ നാട്ടിലേക്കാളും നിയമങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആണ്. ഇങ്ങനെയുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളൊന്നും അവിടെ ഇങ്ങനെ പോയിട്ട് 2 ആൾക്ക് രജിസ്റ്റർ ചെയ്ത് വരാൻ വേണ്ടി പറ്റുന്നതല്ല. മാത്രമല്ല ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. നമ്മൾ ഈ പ്രശോദ് ഭായിനോട് നിങ്ങളുടെ ദുബായിലുള്ള കമ്പനി ഡീറ്റെയിൽസ് തരൂ, നിങ്ങൾക്ക് എന്തിനാണ് അവിടെ നിന്ന് അനുമതി കിട്ടിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കൊന്ന് നോക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ കോലിട്ട് കുത്തിയിട്ട് പോലും അദ്ദേഹം ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് തന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ ഇവർ മാങ്ങയും തേങ്ങയും ഒക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ROCയിൽ നിന്ന് ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഒരു ലൈസൻസ് സമ്പാദിച്ചതിന് ശേഷം ഒരു ക്രിപ്റ്റോ ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ പഠിപ്പിക്കാനാണെന്ന മട്ടിൽ ഒരു ഷോപ്പ് അവിടെ തുറന്നു വെച്ചിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ട് ക്രിപ്റ്റോയും അതുപോലെ ഫോറക്സൊക്കെ ട്രേഡ് ചെയ്തിട്ട് ലാഭം തരാമെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. രണ്ടാമത് അത് IT ആക്ടിൻ്റെയും അതുപോലെ തന്നെ IPC വിവിധ ആക്ടുകളുടെയും ബെറ്റ്സ് ആക്ടിൻ്റെയും PCMC ആക്ടിൻ്റെയും എല്ലാം വയലേഷനാണ്. അത് പോലീസിന് പരാതി ഇട്ട് കഴിഞ്ഞാൽ സ്ഥാപനം തന്നെ അടപ്പിക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന്, ഇവർ ദുബൈയിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന അവരുടെ അവകാശവാദം മാത്രമാണ്. ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു കമ്പനി നമുക്ക് കണ്ടുകിട്ടിയില്ല. ഇദ്ദേഹം കൊണ്ട് പറയാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ മറവിൽ ഈ ഒരു ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 100 പേര് ചേർന്ന് കഴിഞ്ഞാൽ മാസം നറുക്കെടുത്തിട്ട് 2 പേർക്ക് ഇരട്ടിയിലധികം പൈസക്ക് ഗോൾഡ് മേടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 100% ഒക്കെ അപ്പുറം പോയി. ഇതെല്ലാം ഇവർ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഫോറക്സ് ട്രേഡ് ചെയ്തിട്ടാണ്. ഒരാൾക്ക് ഇങ്ങനെ 100% അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ ബാക്കി ഇതിൽ കിട്ടാത്ത ഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് 3% റിട്ടേൺ കൊടുക്കണം ഒരു മാസം. ഒരു വർഷത്തിൽ 34%-34%-മായി. അപ്പോൾ നമുക്കത് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലായില്ല. 34%-ത്തോളം ഇവർക്ക് റിട്ടേൺസ് കൊടുക്കുകയും ഒരു വർഷത്തിൽ അത് കൂടാതെ ഈ വരുന്ന ആളുകൾക്കെല്ലാം ഇരട്ടിയിലധികം ലാഭം കൊടുക്കുകയും ചെയ്യുന്നത് ഈ ക്രിപ്റ്റോ ഫോറക്സ് ട്രേഡിംഗ് നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺബിലീവബിൾ. ഇതൊരു 99% ഇവർ പൈസ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതും ഗുരുതരമായ തെറ്റാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇങ്ങനെയുള്ള ട്രേഡിംഗ് നടത്തിയിട്ട് പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ വിവിധ രൂപമാറ്റങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ടെക്നോളജികൾ പുരോഗമിക്കുമ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നവരും അതിനനുസരിച്ചിട്ട് അവരുടെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 90-കളിലൊക്കെ ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമ്മുടെ ഈ കമ്പ്യൂട്ടർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ വികസിക്കുമ്പോൾ തട്ടിപ്പുകാരും അതിനനുസരിച്ച് രൂപമാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ.
ഇങ്ങനെ ഇവർ ഈ ഗോൾഡിൻ്റെ റിട്ടേൺ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഫോറക്സ് ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് നടത്തിയിട്ടാണ് എന്ന് പറയുന്നു. അത് ജെന്യൂൻ ആയാൽ പോലും സാധ്യതയില്ല, അയാൾ പോലും ഇന്ത്യയിൽ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള പ്രാഥമികമായ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ ഒരുവിധ റെഗുലേറ്റിംഗ് അതോറിറ്റികളുടെയും നിയന്ത്രണത്തിലല്ല ഇതുള്ളത്. പൈസ പോയി കഴിഞ്ഞാൽ മാനത്തേക്ക് നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ പ്രിയപ്പെട്ടവർ. എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. ഈ സ്വർണ്ണവുമായിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ETF-കളൊക്കെ നമുക്ക് വാങ്ങിക്കാം. 65 രൂപയൊക്കെയുള്ള ഒരു ETF-ന് നിങ്ങൾക്ക് എത്രയോ ആപ്പുകൾ, നമ്മുടെ ബ്രോക്കർമാരുടെ ആപ്പുകൾ ലഭ്യമാണ്. സെറോദയുടെ, ഏഞ്ചൽ മണിയുടെ ആപ്പുകൾ ലഭ്യമാണ്. ഒരുപാട് കമ്പനികൾ സ്വർണ്ണവുമായിട്ട് ഗോൾഡുമായിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ETF-കൾ ഇറക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ 65 രൂപക്കാണ് മേടിക്കുന്നതെങ്കിലും ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ ആ ഒരു 65 രൂപയ്ക്ക് മേടിച്ച ഒരു യൂണിറ്റിന് ആ സമയത്ത് 100 രൂപയോ 70 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര രൂപക്കാണ് മേടിച്ചത് ആ സമയത്തേക്ക് അതിലേക്ക് കൂടുതൽ കിട്ടും. ഒരുപക്ഷെ സ്വർണ്ണത്തിൻ്റെ വില ഇടിയുമ്പോൾ ഒരു ചെറിയൊരു പീരീഡിലേക്ക് ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ ബോണ്ടുകൾ മേടിക്കാം, നമുക്ക് കമ്മോഡിറ്റികൾ മേടിക്കാം. ഇങ്ങനെയുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റികളുടെ നിയന്ത്രണത്തിൽ എന്തെങ്കിലുമൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ തട്ടിക്കൂട്ട് വെബ്സൈറ്റിലേക്കും മാങ്ങയും ചക്കയൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ROC കൊടുക്കുന്ന ലൈസൻസ് വെച്ചിട്ട് ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് ഞങ്ങൾ ലാഭം തരാമെന്നൊക്കെ പറയുന്നത് വെറും നശ്വരമാണ്. അത് അധികാലം നീണ്ടു നിൽക്കില്ല. അവർക്ക് ഈ പൈസ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിയിട്ട് തന്നെ കാണില്ല. എത്രയോ അനുഭവങ്ങൾ, 150 കോടിയുടെ തട്ടിപ്പാണ് തൃശ്ശൂർ ഈ അടുത്ത് നടന്നത്. ഇങ്ങനെ പരിശീലനത്തിൻ്റെ മറവിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ലാഭം തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ഒരു സ്ഥാപനം മുങ്ങിയിട്ടുണ്ട്. അതിന് ഓണർമാർ വിദേശത്തേക്ക് പോയി പൈസ നിക്ഷേപിച്ചവരും ഇവരെ വിശ്വസിപ്പിച്ചിട്ട് അതിൻ്റെ പ്രൊമോട്ടർമാരായവരും എല്ലാം ആത്മഹത്യയുടെ നിൽക്കുകയാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇങ്ങനെ പൈസ പോകുന്നത്. പിന്നെയും നമ്മളിങ്ങനെയുള്ള തട്ടിപ്പ് വെബ്സൈറ്റുകളുടെ ആളുകൾ പ്രൊമോഷന് വേണ്ടി അനസിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ചാനലിൽ വരുമ്പോൾ അവർ വിശ്വസിച്ചിട്ട് പൈസ കൊണ്ടുവിടാണ് പ്രിയപ്പെട്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എത്രയോ പേരുടെ സങ്കടങ്ങൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് ഇങ്ങനെ പൈസ പോയതിൽ. ഈ അനസിൻ്റെ ഒക്കെ തട്ടിപ്പിൽ പെട്ടിട്ട് പൈസ പോയ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഒരുപാട് വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് പൈസ കൊണ്ടുപോയിട്ട് ഈ ഗോൾഡിൻ്റെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലബാറിലൊക്കെ ഉള്ളവർ പെൺകുട്ടികളുടെ കല്യാണം നടക്കുമ്പോൾ അതിൻ്റെ എത്രയോ വർഷങ്ങൾ മുന്നേ ഇങ്ങനെ അണ്ണാൻ ഇത് കൂട്ടി വെക്കുന്നത് പോലെ, ഭക്ഷണം കൂട്ടി വെക്കുന്നത് പോലെ കുറച്ചൊക്കെ കൂട്ടി വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പെൺകുട്ടിയുടെ കല്യാണം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൂട്ടി വെക്കുന്ന പൈസക്കായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വാഗ്ദാനം കേട്ട് കഴിഞ്ഞാൽ കൊണ്ടിടുന്നത്. ഈ ഹൈറിച്ചിൻ്റെ ഒക്കെ കേസിൽ അങ്ങനെ ഉണ്ടായി. പെൺകുട്ടികളുടെ കല്യാണത്തിന് എടുത്ത് വെച്ച പൈസ ഒക്കെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ആകെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൂടി പറയുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് വെബ്സൈറ്റുകളിൽ നിങ്ങൾ കൊണ്ടുവിടരുത്. നിങ്ങൾക്ക് അങ്ങനെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെബിയുടെ റെഗുലേറ്റിംഗ് ഉള്ള ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ ബോണ്ടുകൾ, കമ്മോഡിറ്റികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളുടെ പിന്നിൽ പോകാതിരിക്കുക പ്രിയപ്പെട്ടത്. ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം.